പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ പട്ടാമ്പി കൂറ്റനാട് റോഡിലാണ് കേട്ടോ. പട്ടാമ്പി കൂറ്റനാട് റോഡിലൂടെ പോകുമ്പോൾ കണ്ടൊരു ദയനീയമായ ഒരു കാഴ്ചയാണിത്. ഒരു ടാറ്റാ സുമോയുടെ മുകളിൽ ഒരു വലിയൊരു മരം വീണ് ആ ടാറ്റാ സുമോ പരിപൂർണമായിട്ട് നശിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ജിയോ ടെലികമ്മ്യൂണിക്കേഷൻ്റെ വണ്ടിയാണെന്നാണ് അറിയപ്പെട്ടത്. ഇതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ രാത്രി 1 മണിക്കാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് 25/5/2025 രാത്രി 1 മണി സമയത്ത്, 26-ാം തീയതി തുടങ്ങുന്ന സമയത്ത് തന്നെ ആണ് ഇത് സംഭവിച്ചത്. ഇവിടെ നമ്മൾ ഭാഗ്യമെന്ന് പറയാൻ കാരണം ഒരു വണ്ടി നശിച്ചു എന്നത് നമുക്കൊക്കെ അറിയാം. പക്ഷേ അതിനേക്കാൾ ഉപരി ഇത് രാത്രി ആയതുകൊണ്ട് ഇതിൽ ആളില്ലാതെ പോയി, അതുകൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില ആളുകളൊക്കെ ചിലപ്പോൾ റോഡരികിലൊക്കെ മരങ്ങളുടെ ചോട്ടിൽ വണ്ടി നിർത്തിയിട്ട് കിടക്കുക, അതുപോലെ തന്നെ അല്ലെങ്കിൽ വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. പക്ഷേ ഈ വർഷക്കാലം, അതായത് ഈ ഒരു സമയത്ത് ഒരിക്കലും അത്തരം കാര്യങ്ങളിൽ ആരും ഏർപ്പെടാൻ നിൽക്കാതിരിക്കലാണ് ഏറ്റവും വലിയ ബുദ്ധി. നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ രാത്രി ആയാലും പകലായാലും കാറ്റുള്ള സമയങ്ങളിൽ ഒരിക്കലും മരങ്ങളുടെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് നിർത്തരുത്. ഈ വണ്ടി പരിപൂർണമായിട്ട് തകർന്നു. പക്ഷെ രാത്രി ആയതിൻ്റെ പേരിൽ ആളില്ലാത്തതുകൊണ്ട് അത് വണ്ടി നമുക്ക് എത്ര വേണമെങ്കിൽ ഉണ്ടാക്കാം, പൈസ ഉണ്ടെങ്കിൽ വണ്ടി എത്ര വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്കൊരിക്കലും അത് വീണ്ടെടുക്കാൻ കഴിയില്ല. ഞാൻ പല ആളുകളെയും ഇതേമാതിരി ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വണ്ടി ഇങ്ങനെ റോഡിലൊക്കെ ഒതുക്കി നിർത്തി, ഇവരുടെ റൂം ഇതിൻ്റെ അടുത്താണ്. പക്ഷേ ചില ആളുകൾ റൂം അടുത്താണെങ്കിലും ചിലരൊക്കെ വണ്ടിയിൽ പോയിട്ട് കിടന്നുറങ്ങും രാത്രിയാകുമ്പോൾ. റൂമിൽ സൗകര്യം ഉണ്ടെങ്കിൽ പോലും വണ്ടിയിൽ പോയിട്ട് കിടന്നുറങ്ങുന്ന ചില ആളുകളുണ്ട്. പക്ഷെ അത്തരം ആളുകൾ ഈ ടെലികോം മേഖലയിലൊക്കെ അത്തരം ആളുകളൊക്കെ കൂടുതലാണ്. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു സ്വസ്ഥതക്കോ എന്തിനെങ്കിലും വേണ്ടിയിട്ടൊക്കെ പോയി കിടക്കുന്നതാണ്. അപ്പോൾ അത്തരം ആളുകളൊക്കെ ഭയങ്കരമായിട്ടൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ റോഡിൻ്റെ സൈഡിൽ നിന്നല്ല, എവിടെയാണെങ്കിലും ഒരു മരത്തിന് അടിയിൽ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് അതിൽ കിടന്നുറങ്ങുന്ന ഒരവസ്ഥ ഒരിക്കലും വരരുത്. അത് നമുക്കൊക്കെ ഒരു പാഠമായിരിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.